അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരു അറാബിക്ക് വലിയൊരു സംശയം ഉണ്ടായി. എന്താ സംശയം എന്നറിയോ? അള്ളാഹിന്റെ റസൂല് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാഹു റസൂലുള്ളാഹ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന്. പല സ്വഹാബികളും അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. റസൂലുള്ളയുമായിട്ട് അവര് നടക്കുമ്പോൾ റസൂലുള്ള ഇങ്ങനെ ചില അത്ഭുതങ്ങൾ കാട്ടിയിട്ടുണ്ട്, അതാണ് അള്ളാഹു റസൂലുള്ളാഹ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പല സ്വഹാബികളും എഴുന്നേറ്റ് നിന്ന് പറയാൻ തുടങ്ങി. എന്നാൽ അവർക്കൊന്നും റസൂലുള്ളാഹ്ക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല. പിന്നെ ഈ തർക്കത്തിന് തിരശീല ഇട്ടത് ആരാന്നറിയോ? ആരാ? അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാന് ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അലിയാര് തങ്ങൾ അതിന്റെ വാതിലാണെന്ന് റസൂലുള്ള പറഞ്ഞ ആ അലി റളിയല്ലാഹു അൻഹു ആണ് അതിനുള്ള മറുപടി പറഞ്ഞു കൊടുത്തത്. എന്താ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്നറിയോ? അള്ളാഹിന്റെ റസൂലിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം അല്ലമക മാലം തകുൻ തഅലം വകാന ഫളിലുല്ലാഹി അലൈക നഈമ. ഇൽമു പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഇൽമു പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോ ആ ഇൽമു പഠിപ്പിച്ചു തരാൻ ഒരാൾ മുമ്പിൽ വേണ്ടേ? അതാരാ? അതാണ് നമ്മളുടെ ഉസ്താദുമാര്. എന്നാ ഈ ഉസ്താദ് ആരാണ്? അല്ലുലമാഹു വറസത്തുൽ അംബിയാ. അംബിയാ മുർസലുകളുടെ അനന്തരാവകാശികളാണ്. അപ്പൊ അംബിയാ മുർസലുകൾ ചെയ്ത പണിയാണ് ഇവിടെ നമ്മളെ ഉസ്താദുമാർ എടുക്കുന്നത്. അപ്പോ മാതാവ് പിതാവിനെ കാട്ടിത്തരും, പിതാവ് ഗുരുവിനെ കാട്ടിത്തരും, ഗുരു ദൈവത്തെ കാട്ടിത്തരും. അപ്പോ ഗുരു ദൈവത്തെ കാട്ടിത്തരുമ്പോ ദൈവത്തെ ഓർക്കുമ്പോഴൊക്കെ ഗുരുവിനെയും ഓർമ്മിക്കപ്പെടും. കവി പാടിയതുപോലെ, ഈശ്വര കൈകൂപ്പി നിൽപ്പൂനാ നിൻ മുമ്പിൽ ഈറനാണിന്ന മിഴികളോടെ, ഉള്ളിൽ വെളിച്ചം പകരുന്ന ഗുരുവിനെ ഉന്മയായി സ്നേഹിച്ചും ആദരിച്ചും. കവി ദൈവത്തെ പറഞ്ഞിടത്തൊക്കെ ആരെ പറഞ്ഞിട്ടുണ്ട്? ഗുരുവിനെ പറഞ്ഞിട്ടുണ്ട്. അതെന്താ ഗുരുവിനെ പറഞ്ഞത്? ഗുരുവാണ് ദൈവത്തെ പരിചയപ്പെടുത്തി തരുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങള്? ഇതൊരു കേന്ദ്രമാണ്, ഇൽമിന്റെ ഒരു കേന്ദ്രം, നിബ്രാസുൽ ഉലൂം ദർസ്. തൊട്ടു മുമ്പിലിരിക്കുന്നത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ വാഹിദ് ഫൈലി.